ഇതാണ് സാംസങ്ങിൻ്റെ സാംസങ് ഗാലക്സി S23 FE എന്ന് പറയുന്ന ആ ഒരു പുതിയ മോഡൽ. അപ്പം ഇത് ആക്ച്വലി ബെറ്റർ ആണോ, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും കോംപ്രമൈസും കാര്യങ്ങളും ഈ ഒരു മോഡലിന് വേണ്ടി ചെയ്യണോ എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഇതിൻ്റെ കുറച്ച് പ്രീമിയം ആയുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളും നോക്കുകയാണെങ്കിൽ നമുക്ക് ഇതിനകത്ത് IP68 റേറ്റിംഗും കാര്യങ്ങളും വരുന്നുണ്ട്. അത് മാത്രമല്ല നമുക്ക് വയർലെസ് ചാർജിങ് കാര്യങ്ങൾ ഇതിൽ സപ്പോർട്ട് ആവുന്നുണ്ട്. പിന്നെ സാംസങ് വാലറ്റും കാര്യങ്ങളും സപ്പോർട്ട് ആവുന്നുണ്ട്. നല്ലൊരു കിഡിലൻ സ്റ്റീരിയോ സ്പീക്കർ സിസ്റ്റമാണ് നമുക്ക് ഇതിൽ കിട്ടുന്നത്. അതുപോലെ ഫാസ്റ്റ് ആയിട്ടുള്ള 3.0 USB Type-C പോർട്ടും കാര്യങ്ങളാണ് നമുക്ക് ഇതിൽ കിട്ടുന്നത്. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസറും കാര്യങ്ങളും ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതും വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള രീതിയിലാണ് നമുക്ക് ഇത് സപ്പോർട്ട് ആവുന്നത്. യാതൊരു ഇഷ്യൂസും കാര്യങ്ങളും ഇല്ല. അതുപോലെ തന്നെ നമ്മൾ ഇതിന്റെ ഡിസൈനും കാര്യങ്ങളും നോക്കുകയാണെങ്കിൽ നമ്മുടെ S23 എന്ന് പറയുന്ന ആ ഒരു മോഡലിൽ സെയിം ആയിട്ടുള്ള രീതിയിലുള്ള ഡിസൈൻ പാറ്റേൺ ആണ് നമുക്ക് ഇതിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. പക്ഷേ കുറച്ചുകൂടെ സൈസ് കൂടുതലാണ് S23 FE എന്ന് പറയുന്ന മോഡൽ. S23 കുറച്ചുകൂടെ സൈസ് ഒരു ചെറിയ സൈസിലാണ് വരുന്നത്. പക്ഷേ S23 FE എന്ന് പറയുന്നത് കുറച്ചുകൂടെ ബിഗർ ആയിട്ടുള്ള സൈസാണ്. അതായത് ടോട്ടൽ ബോഡി സൈസാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. കാരണം വെച്ചാൽ വളരെ മിനിമൽ ആയിട്ടുള്ള ഡിസൈൻ കാര്യങ്ങളാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അതുപോലെ ട്രിപ്പിൾ ക്യാമറ സിസ്റ്റം നമുക്ക് ബാക്ക് സൈഡിൽ കാണാൻ പറ്റും. പിന്നെ എന്താ ചേഞ്ച് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ S23 വെച്ച് നോക്കുന്ന സമയത്ത് S23 FEയിൽ ചേഞ്ച് എന്ന് പറയുന്നത് ആ ഒരു ഫ്ലാഷ് ലൈറ്റിൻ്റെ പൊസിഷൻ മാത്രമാണ് മാറ്റിയേക്കുന്നത്. ബാക്കിയെല്ലാം ഒരുപോലെയാണ് വന്നിരിക്കുന്നത്. ഇതിന് മാറ്റ് ഫിനിഷ് ആയിട്ടുള്ള അലുമിനിയം ഫ്രെയിമും കാര്യങ്ങളാണ് വരുന്നത്. അതുപോലെ ഷാർപ്പായിട്ടുള്ള റൗണ്ട് കോർണറും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു മോഡലിൻ്റെ ഫ്രെയിമിൽ കൊണ്ടുവന്നിരിക്കുന്നത്. ടോട്ടൽ ഏകദേശം 209 ഗ്രാമാണ് ടോട്ടൽ വെയിറ്റും കാര്യങ്ങളും വരുന്നത്. നോർമലുള്ള ബെസലിനെക്കാളും കുറച്ചുകൂടെ തിക്കായിട്ടുള്ള ഒരു ബെസലാണ് അതിൻ്റെ ഡിസ്പ്ലേയിൽ വരുന്നത്. അതെന്താണ് അങ്ങനെ ചെയ്തതെന്ന് യാതൊരു ഐഡിയ ഇല്ല. പക്ഷേ എങ്കിലും കുറച്ചുകൂടെ നോർമൽ ബെസൽസിനെക്കാളും കുറച്ചുകൂടെ തിക്കായിട്ടുള്ള ബെസൽസാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു മോഡൽ നമ്മൾ ഫസ്റ്റ് ടൈം നോക്കുന്ന സമയത്ത് തന്നെ നല്ലൊരു പ്രീമിയം ഫീലിംഗ് കാര്യങ്ങളും കിട്ടുന്നതായിരിക്കും. അവിടെയാണ് നമ്മുടെ ഡിസ്പ്ലേ കാര്യങ്ങൾ വരുന്നത്. ഇതിന് നല്ലൊരു കിഡിലൻ ഡിസ്പ്ലേ കാര്യങ്ങളും സാംസങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് തന്നെ അറിയാം സാംസങ്ങിൻ്റെ ഡിസ്പ്ലേ എന്ന് പറയുന്നത് ബെറ്റർ ആയിട്ടുള്ള ഡിസ്പ്ലേ തന്നെയാണ്. അപ്പം ഇതിൽ യാതൊരു കോംപ്രമൈസും കാര്യങ്ങളും ചെയ്തിട്ടില്ല. നല്ലൊരു ഡിസ്പ്ലേ കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് നമുക്കിനകത്ത് ഡൈനാമിക് അമോലെഡ് 2x ഡിസ്പ്ലേ ആണ് ഇതിൽ കിട്ടുന്നത്. 120 Hz റിഫ്രഷ് റേറ്റും കാര്യങ്ങൾ വരുന്നുണ്ട്. ഗോറില്ല ഗ്ലാസിൻ്റെ പ്രൊട്ടക്ഷൻ നമ്മുടെ ഫ്രണ്ടിലും വരുന്നുണ്ട്, അതുപോലെ ബാക്ക് സൈഡിലും വരുന്നുണ്ടെന്നുള്ളത് നോട്ടീസ് ചെയ്തിരിക്കുക. ഞാൻ ആ ഡിസൈനിൽ പറയാൻ വിട്ടുപോയി. നമ്മുടെ രണ്ട് സൈഡിലും ഫ്രണ്ടിലും ബാക്കിലും ഗോറില്ല ഗ്ലാസ് 5ൻ്റെ പ്രൊട്ടക്ഷനും കാര്യങ്ങളും വരുന്നുണ്ട്. പക്ഷേ ഈ ഒരു മോഡലിൽ LTPO ടെക്നോളജിയും കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്തിട്ടില്ല. അതൊരു വലിയ ഇഷ്യൂ അല്ലെങ്കിലും ആ ഒരു ഓപ്ഷൻ നമുക്ക് ഇതിനകത്തില്ല. പക്ഷേ വളരെ നൈസ് ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ ആണ്. നല്ലൊരു കോൺട്രാസ്റ്റും കാര്യങ്ങളും നിങ്ങൾക്ക് ഡിസ്പ്ലേയിൽ നിന്ന് കിട്ടുന്നതായിരിക്കും. അതായത് നിങ്ങൾ വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ആ ഡീപ്പ് ബ്ലാക്ക് ഒക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. യാതൊരു ഇഷ്യൂസ് ഒന്നും ഡിസ്പ്ലേയുടെ സൈഡിൽ നിന്ന് വരുന്നില്ല. വളരെ സ്മൂത്ത് ആയിട്ടുള്ള എക്സ്പീരിയൻസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ക്യാമറ സെറ്റപ്പ് നോക്കുകയാണെങ്കിൽ ഇവിടെയും യാതൊരു കോംപ്രമൈസും കൊണ്ടുവന്നില്ല. നല്ലൊരു ക്യാമറ ഔട്ട്പുട്ട് തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അതായത് 50 MP ട്രിപ്പിൾ ക്യാമറ സിസ്റ്റം ആണ് ഇതിൽ കൊണ്ടുവന്നിരിക്കുന്നത്. അതായത് 50 MP മെയിൻ ലെൻസും കാര്യങ്ങൾ വരുന്നുണ്ട്. വിത്ത് OIS സപ്പോർട്ട് ആവുന്ന ലെൻസാണ് വരുന്നത്. പിന്നെ 8 MP ടെലിഫോട്ടോ ലെൻസും കാര്യങ്ങൾ വരുന്നുണ്ട്. 3x ഒപ്റ്റിക്കൽ സൂമും കാര്യങ്ങളും വരുന്നുണ്ട്. പിന്നെ നമുക്ക് 12 MP അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും കാര്യങ്ങളും വരുന്നുണ്ട്. അത് മാത്രമല്ല നമുക്ക് 10 MP സെൽഫി ക്യാമറയാണ് വരുന്നത്. ഇതിൽ നമുക്ക് 8K വരെ മാക്സിമം വീഡിയോ ഷൂട്ട് ചെയ്യാനുള്ള ഓപ്ഷനും കാര്യങ്ങളും വരുന്നുണ്ട്. ടിപ്പിക്കലായുള്ള സാംസങ്ങിൻ്റെ പ്രോസസ്സിങ് കാര്യങ്ങളും ഫോട്ടോ എടുക്കുന്ന സമയത്ത് നടക്കുന്നുണ്ട്. എങ്കിലും നല്ലൊരു ക്യാമറ ഔട്ട്പുട്ട് നിങ്ങൾക്ക് അതിൽ നിന്ന് കിട്ടുന്നതായിരിക്കും. വീഡിയോ യൂസ് ചെയ്യുന്ന സമയത്ത് നല്ല സ്റ്റെബിലൈസേഷനും കാര്യങ്ങളും കിട്ടുന്നുണ്ട്. ഇവിടെ ക്യാമറയുടെ സൈഡിൽ നോക്കുന്ന സമയത്ത് യാതൊരു ഇഷ്യൂസും കാര്യങ്ങളും വരുന്നില്ല. നല്ല ഔട്ട്പുട്ടും കാര്യങ്ങളും നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ മേജർ പാർട്ടുകളും കവർ ചെയ്തിരിക്കുകയാണ്. ഇനി നമ്മൾ പറയാൻ പോകുന്നതാണ് ഇതിൻ്റെ പെർഫോമൻസ് സൈഡ്. അതായത് ഇതിനകത്ത് നമുക്ക് എക്സിനോസിൻ്റെ ചിപ്സെറ്റാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അതായത് എക്സിനോസ് 2200 എന്ന് പറയുന്ന ആ ഒരു 4 nm ചിപ്സെറ്റാണ് ഇതിൽ കൊണ്ടുവന്നിരിക്കുന്നത്. ഇതിനകത്ത് നമുക്ക് റേ ട്രേസും കാര്യങ്ങളും ഈ ഒരു ചിപ്സെറ്റിൽ വരുന്നുണ്ട്. 8 GB റാമും LPDDR5 റാമും കാര്യങ്ങളാണ് വരുന്നത്. UFS 3.1 സ്റ്റോറേജും 128 GB സ്റ്റോറേജും 256 GB സ്റ്റോറേജ് വേരിയന്റ് നമുക്ക് അവൈലബിൾ ആണ്. ഈ ഒരു ചിപ്സെറ്റ് നല്ല രീതിയിൽ പെർഫോമൻസും കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. കാരണം വെച്ചാൽ ഈ ഒരു മോഡലിന് വേണ്ടി അവർ നല്ല രീതിയിൽ ഒപ്റ്റിമൈസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. വളരെ വലിയ രീതിയിൽ വാമോ അല്ലെങ്കിൽ എന്താ പറയുക ഓവർ ഹീറ്റിംഗ് ഇഷ്യൂസും കാര്യങ്ങളും ഈ ഒരു മോഡലിൽ വരുന്നില്ല. അതല്ലാണ്ട് ചെറിയ വാം ആവും എന്നുള്ള ഒരു ഇഷ്യൂ മാത്രമേ ഉള്ളൂ. ഇതൊരു പവർഫുൾ ആയിട്ടുള്ള ചിപ്സെറ്റ് തന്നെയാണ്. 10 ലക്ഷത്തിനടുത്ത് അതിൻ്റെ ബെഞ്ച് മാർക്കും കാര്യങ്ങളും വരുന്നുണ്ട്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു മോഡലിന് വേണ്ടി ഈ ഒരു ചിപ്സെറ്റ് നല്ല രീതിയിൽ ഒപ്റ്റിമൈസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ആ ഒരു കൂളിംഗ് സിസ്റ്റവും ബെറ്റർ ആയിട്ടുള്ള രീതിയിലാണ് അവർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് നോർമൽ യൂസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ലൈറ്റ് ആയിട്ടുള്ള ഗെയിമിംഗ് ആയിക്കോട്ടെ യാതൊരു ഇഷ്യൂസും കാര്യങ്ങളും ഉണ്ടാവില്ല. സോഫ്റ്റ്വെയർ എന്ന് പറയുന്ന സമയത്ത് നമുക്കിനകത്ത് 1UI 5.1 ആണ് കിട്ടിയിരിക്കുന്നത്. അത് മാത്രമല്ല ഇതിൻ്റെ കൂടെ നമുക്ക് ഔട്ട് ഓഫ് ദ ബോക്സ് Android 13 കാര്യങ്ങളും ഇതിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 4 വർഷത്തെ OS അപ്ഡേറ്റും അതുപോലെ 5 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റും കാര്യങ്ങളും ഇതിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സാംസങ്ങിൻ്റെ കുറേ ആപ്ലിക്കേഷൻ കാര്യങ്ങൾ അതിനകത്ത് പ്രീ ഇൻസ്റ്റാൾ ആയിട്ട് വരുന്നുണ്ട്. അത് അവർ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി തന്നെയായിട്ട് അവർ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പം അങ്ങനെ കുറച്ച് ആപ്ലിക്കേഷൻസ് അല്ലാണ്ട് വേറെ ബ്ലോട്ട്വെയർസും കാര്യങ്ങളൊന്നും നമുക്ക് ഈ ഒരു മോഡൽ കാണാൻ കഴിയുന്നില്ല. 4500 mAh ബാറ്ററിയും അതുപോലെ 25 വാട്ട് ഫാസ്റ്റ് ചാർജിങ് കാര്യങ്ങളും ഈ ഒരു മോഡലിൽ സപ്പോർട്ട് ആവുന്നുണ്ട്. പക്ഷേ ബോക്സിൽ ചാർജർ ഉണ്ടാവില്ല എന്നുള്ള കാര്യം നിങ്ങൾ നോട്ടീസ് ചെയ്തിരിക്കുക. അത് നിങ്ങൾക്ക് ഇപ്പോൾ അറിയാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു രീതിയിലൊക്കെയാണ് ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും പോകുന്നത്. അപ്പം നിങ്ങൾ ഈ ഒരു പ്രൈസ് റേഞ്ച്, അതായത് ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് കുറച്ച് നല്ല രീതിയിൽ ഹൈപ്പിലാണ് നിൽക്കുന്നത്. അപ്പം ആ ഒരു പ്രൈസ് ഡൗൺ ചെയ്യുകയാണെങ്കിൽ ഒരു 40-45,000 രൂപ ആ ഒരു ബഡ്ജറ്റിൽ നോക്കുന്ന സമയത്ത് നമുക്ക് തീർച്ചയായിട്ടും പുറത്തായുള്ള ഒരു മോഡൽ തന്നെയാണ് ഈ ഒരു മോഡൽ എന്ന് പറയുന്നത്. കാരണം വെച്ചാൽ നമുക്കിനകത്ത് ടെലിഫോട്ടോ ലെൻസും കാര്യങ്ങൾ വരുന്നുണ്ട്. അത് മാത്രമല്ല ഒരു കിഡിലൻ ഡിസ്പ്ലേ കാര്യങ്ങളും കിട്ടുന്നുണ്ട്. നല്ലൊരു പവർഫുൾ ആയുള്ള ചിപ്സെറ്റും കാര്യങ്ങളും കൊണ്ടുവന്നിട്ടുണ്ട്. അതും ഈ ഒരു മോഡലിന് വേണ്ടി നല്ല രീതിയിൽ ഒപ്റ്റിമൈസ് ചെയ്തിട്ടുണ്ട്. പ്രീമിയം ഫീച്ചേഴ്സും കാര്യങ്ങളും വരുന്നുണ്ട്. IP68 റേറ്റിംഗ് കാര്യങ്ങൾ വരുന്നുണ്ട്. നിങ്ങൾ വെള്ളത്തിൽ ഇട്ടാലോ അല്ലെങ്കിൽ അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നും ഈ ഒരു മോഡൽ ഉണ്ടാവില്ല. അപ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഓഫറും കാര്യങ്ങളും വരുന്ന സമയത്ത് തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു മോഡൽ ചൂസ് ചെയ്യുക. ഐ മീൻ നിങ്ങളുടെ ലിസ്റ്റിലേക്ക് ഇതും കൂടെ ഉൾപ്പെടുത്തുക. എന്നിട്ട് എത്രമാത്രം ഓഫർ നിങ്ങൾക്ക് കിട്ടുമെന്ന് നോക്കിയ ശേഷം മാത്രം
മാത്രം നിങ്ങൾ വാങ്ങുക. അപ്പം നിങ്ങൾ ഈ ഒരു മോഡൽ വാങ്ങുമോ ഇല്ലയോ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമൻറ്റായിട്ട് അറിയിക്കുക. അപ്പം ഇതാണ് നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തരാം ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിന് വേണ്ടി. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.